ഞങ്ങൾ എന്നും വിജയിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. അത് പെട്ടെന്നുണ്ടായ ഒരു ദിവസത്തെ സമരമല്ല. സർക്കാർ ഈ സമരം മാത്രമല്ല, ജനകീയ സമരങ്ങളോട് വളരെ നിഷേധാത്മകമായ സമീപനങ്ങളാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ തങ്ങളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള സംസ്ഥാനത്താകെ സംഘടിപ്പിക്കുന്ന പണിമുടക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നഴ്സുമാർ മാത്രമായിരുന്നു ഇന്നലെ പണിമുടക്കിന് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ പണിമുടക്കിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരുടെ സമര പന്തലുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ നഴ്സുമാർ, നൂറുകണക്കിന് നഴ്സുമാരാണ്, പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് നഴ്സുമാരാണ് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരത്തിനിറങ്ങിയിരിക്കുന്നത്. ഇവരിത്തരത്തിൽ തെരുവിൽ ഒത്തുകൂടുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി അടക്കമുള്ള സംഘടനകൾ വന്നുകൊണ്ട് ഇവർക്ക് അനുഭവം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ. ചേച്ചി, ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ ഇപ്പൊ ഈ രീതിയിൽ സമരം നടക്കുകയാണ് യുഎൻഎയുടെ നേതൃത്വത്തിൽ. കോഴിക്കോടാണെങ്കിൽ ഇന്നലെയൊക്കെ വലിയ വിഷയമാണ് ഉണ്ടായത്. എന്താണ് അപ്പൊ നിങ്ങൾ ഇപ്പം ഈ ഒരു സമരം വിജയിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്രയും സംഘടിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ ഇതാക്കാൻ പറ്റിയിട്ട് ഞങ്ങൾ എന്നും വിജയിച്ചിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. അത് പെട്ടെന്നുണ്ടായ ഒരു ദിവസത്തെ സമരമല്ല. ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് തരാത്തത് കാരണമാണ് ഇന്നിപ്പോ ഞങ്ങൾക്ക് സംഘടിച്ച് ഈ നിരത്തിലിരിക്കേണ്ട ഒരു ഗതികേടായത്, തെരുവിലിരിക്കേണ്ടി വരുന്നത്. ഇപ്പം വലിയ പിന്തുണയാണ് ഈ നിങ്ങളുടെ നഴ്സുമാരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ നിന്നും കിട്ടുന്നത്. ഈ സമരം വിജയിക്കുന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും അറിയാം ഇന്നത്തെ ജീവിത ചെലവ് എത്രയാന്നുള്ളത്. അപ്പൊ ഈ തുച്ഛമായ ഒരു വേതനം കൊണ്ട് നമുക്ക് മുന്നോട്ടേക്കുള്ള ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കും അറിയാം, ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇനിയും ശക്തമായ പിന്തുണ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. സർക്കാർ എന്താണ്, നിങ്ങൾ മുമ്പ് തൃശ്ശൂരിൽ നിങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് നിങ്ങൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം അനുഭാവം സർക്കാരിന്റെ തീരുമാനം എന്താണ്? സർക്കാർ പറഞ്ഞിരിക്കുന്ന ബെഡ് പ്രകാരമുള്ള ഇതാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ആകെ 1 or 2 ഹോസ്പിറ്റൽ ഉണ്ടാവും. ബെഡിന്റെ കണക്ക് പ്രകാരം നമുക്ക് വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വേതനമാണെങ്കിൽ ഇന്നിപ്പം ഒരുവിധം നഴ്സുമാർക്കൊക്കെ തന്നെ ആ വേതനത്തിൽ ഞങ്ങൾ ഇവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആ ഒരു വേതനം കിട്ടാനാണെങ്കിൽ ഞങ്ങൾക്ക് ഈ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെയും ഞങ്ങൾ ഇത് കരയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ ആവശ്യം നേടിയെടുക്കും. ഇപ്പോൾ RMPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KP പ്രകാശ് ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഇപ്പം നിങ്ങളടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന UNAയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു സമരത്തിന് ഇപ്പോഴും സർക്കാർ വളരെ നിഷ്ക്രിയമായിട്ടാണ് കാണുന്നത്? എന്താണ് അതിന് കാര്യം? സർക്കാർ ഈ സമരം മാത്രമല്ല, ജനകീയ സമരങ്ങളോട് വളരെ നിഷേധാത്മകമായ സമീപനങ്ങളാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ധൈര്യവും അത് തന്നെയാണ്. സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് മാനേജ്മെന്റുകൾക്ക് ഈ തരത്തിലുള്ള സമീപനം എടുക്കാൻ. ഇന്നലെയൊക്കെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ വളരെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ശത്രുക്കളോട് എന്ന പോലെയാണ് നഴ്സിംഗ് ജീവനക്കാരോട് അവർ പെരുമാറിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ കാണേണ്ടത്. ഇതിനൊക്കെ അവർക്ക് ബലമായി തീരുന്നത് ഇത്തരം ഭരണകൂടത്തിന്റെ ഈ തരത്തിലുള്ള സമീപനങ്ങളാണ്. കേരളത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കേരളം ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ മുന്നോക്കം നിൽക്കുന്ന ഇന്ത്യക്ക് മാതൃക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിന്റെ ഈ മാതൃക എന്നൊന്നുണ്ടെങ്കിൽ അതിനെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്നത് നഴ്സുമാർ കൂടിയാണ്. സർക്കാർ ആശുപത്രികൾക്ക് പുറത്ത് കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ നിലനിർത്തുകയും ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ തന്നെ സുരക്ഷിതമായി നിർത്തുന്ന വലിയ വിഭാഗം തൊഴിലെടുക്കുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് ജീവനക്കാർ. അവരുടെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത്. ആ സമരത്തെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നാകെ വന്ന് പിന്തുണയ്ക്കേണ്ടതാണ്. ഞങ്ങൾ RMPI ഈ സമരത്തോട് എല്ലാ അർത്ഥത്തിലും ഐക്യപ്പെടുകയാണ്.